19 വിജയമല്യ അല്ലെങ്കിൽ വിജയമല്യ സ്വർണം ക്ലാഡ് ചെയ്ത ആ തകിട് എവിടെ നിന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ ആർക്ക്. സ്വർണം എവിടെ പോയി ഇപ്പോഴും ആർക്കും അറിയില്ല. ഉരുക്കിയോ ഏതൊക്കെ ആവാസങ്ങളിലേക്ക് പോയി ആർക്കും അറിയില്ല. SIT ഒരു പക്ഷേ ആ അന്വേഷണത്തിലേക്ക് പോകുന്നതിന് മുൻപ് മുരാരിയെ അറസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഗൂഢാലോചന വർഷം കൂടി ആദ്യഘട്ടം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന തിരിച്ചറിവിൽ തന്നെ ആവില്ലേ ശ്രീ സുഭാഷ് ബാബു? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് 2019 ഈ ഗോൾഡ് ക്ലാഡഡ് ചെമ്പാക്കിയത് മുരാരിയാണ്. 2024 ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിൽ അയച്ച് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ 2025 ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോകാനുള്ള കാരണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പോറ്റിയും മുരാരിയും തമ്മിലുള്ള അവിശുദ്ധമായ സ്നേഹബന്ധമാണ്. അതുപോലെ ഇതേമാതിരിയുള്ള കൊള്ളയുടെ പങ്കാളികളായി നിൽക്കുന്ന ഇവരുടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് എന്താ പറയുക, നമ്മൾ ആ ഒരു കാര്യം വിസ്മരിക്കരുത്. 2019 18 ഒരു ഓഗസ്റ്റിൽ എന്തൊരു ഓർഡർ ഉണ്ട്, അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന് ശേഷം ഉണ്ടാകുന്ന ഓർഡർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റഡ് ഡോറ്, അതായത് വാതിൽ പടികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് അത് ചെമ്പാക്കി മാറ്റി. അത് ശ്രീ N വാസു എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമാണ് അവരപ്പം ഇത് എങ്ങനെയാണ് ചെമ്പാകുന്നത്. ഈ ഗോൾഡ് ക്ലാഡഡ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് അറിയാത്തത്? ഞാനൊക്കെ ശബരിമലയിൽ ആദ്യം ഇത് കല്ല്, അതായത് 18-ാം പടി കല്ലാണ്. അതുപോലെ നടയിലേക്ക് ശ്രീകോവിലേക്ക് കയറുന്നത് കല്ലായിരുന്നു. ആ സമയത്ത് മുതൽ ശബരിമലയിൽ പോകുന്നു. അതിനുശേഷം ഈ കല്ലുകളുള്ള അവസരത്തിലും ചെറുതായിട്ടൊക്കെയുള്ള ഈ മെറ്റാലൊക്കെ വരുന്ന അവസരത്തിൽ അവിടേക്ക് ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഞാനവിടെ സ്പെഷ്യൽ ഓഫീസറുമായിരുന്ന ആളാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു അവിടെയുള്ള ഭക്തൻ അവിടെ ഉള്ളത് ചെമ്പാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത് വിശ്വസിക്കാം. ഏതെങ്കിലും ഒരു അയ്യപ്പൻ പറയൂ, ഒരു ഭക്തൻ ഒരിക്കലും പറയില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ, നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ കണ്ണിൽ ഇങ്ങനെ ആ തിളങ്ങുന്ന ദ്വാരപാലകം, അതേപോലെ തിളങ്ങുന്ന വാതിലും വാതിൽപ്പടികളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എല്ലാ മാസവും ദിവസങ്ങളോളം, അതായത് സീസണിൽ എല്ലാ ദിവസവും എല്ലാ ദൃശ്യമാധ്യമങ്ങളും അത് ഫോട്ടോ ആയിട്ടും അതുപോലെ ആ ദൃശ്യങ്ങൾ അതാത് സമയം അയക്കുന്ന ഏതെങ്കിലും ഒരു ഇതിൽ അതിന് ചെമ്പിൻ്റെ ഒരു അംശം പുറത്ത് കാണുന്ന മാതിരി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവർ ബോധപൂർവം ആക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് ആരെടുക്കണം? ഈ മുതൽ സൂക്ഷിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ആളുകൾ, അവർ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത ആളുകൾ ആണ് ഇതിനെ ആദ്യം ചെമ്പാക്കുന്നത്. അതിൻ്റെ അർത്ഥം എവിടാ? ഗൂഢാലോചന തുടങ്ങുന്നത് എവിടെയാണ്? ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമാണ്. അപ്പോൾ ബോർഡിനകത്തും ബോർഡിനും ഉദ്യോഗസ്ഥന്മാരും കൂടെ ആദ്യം ഗൂഢാലോചന ഈ പോറ്റിക്ക് വേണ്ടിയിട്ട്, പോറ്റിയുടെ ആഷ്മി പറയുന്നമാരെ ഉടായിപ്പായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹത്തിനെ ഇവിടെ ഒരു ആള് ആക്കി വെച്ചു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും. അപ്പോൾ നേരത്തെ ആഷ്മി ചോദിച്ചിരുന്നു ഈ തീർച്ചയായിട്ടും ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആഷ്മി നേരത്തെ ചോദിച്ചിരുന്നു ഈ ഡോറ് മറ്റേടത്തുള്ള സ്വർണം എവിടെ പോയി എന്ന്. അത് തിരിച്ചു കിട്ടാനും പറ്റില്ല. കാരണം ഇതിലെന്താണെന്ന്, സ്വർണത്തിൻ്റെ അല്ല വിലയല്ല ഇവിടെ. ആ സാധനങ്ങളുടെ മൂല്യം ഒരു ഭക്തൻ, അതായത് അന്ധമായ വിശ്വാസമുള്ള പണക്കാരനായ ഒരു ഭക്തൻ തീരുമാനിക്കുന്നതാണ് അതിൻ്റെ മൂല്യം. ആ മൂല്യത്തിനനുസരിച്ച് ഇത് വിറ്റിട്ടുണ്ടാകാനാണ് സാധ്യത. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ഈ വാതിലായാലും അതുപോലെ പടികളായാലും ദ്വാരപാല അതിന്റെ സാറേ ഒന്ന് ആടിയതോട്ടെ. നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവരേണ്ട വേറൊരു വിഷയമുണ്ട്. അതായത് ഈ പറയുന്ന സ്വർണം പൂശുന്ന സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റ് ഈ വിഷയം പുറത്തുനിന്ന് പറഞ്ഞെന്താ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നത് കോപ്പറാണ്. അപ്പൊ സ്വർണം പൂശിയ അത് ഇന്ന് ഇവർ അവകാശപ്പെടുന്നത് പൊളിഞ്ഞില്ലേ? അപ്പൊ ക്ലാഡ് ചെയ്ത സ്വർണത്തിന്റെ ആ സ്വർണം എവിടെ? അതൊരു വലിയ അതിന് മറുപടി പറയേണ്ടത് മുരാരി അല്ലെന്നേ, അത് മറുപടി പറയേണ്ടത് പോറ്റി അല്ലെന്നേ, അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ്. അല്ലല്ല, അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡ് പറയണം. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്ന അയ്യപ്പന്റെ ഇരുവശമുള്ള ദ്വാരപാലകരെ അടിച്ചുകൊണ്ട് വിറ്റ് ആർത്തിമൂത്ത് ആമാശം നിറച്ച ആരാണെന്ന് പറയുന്നത് ദേവസ്വം ബോർഡാ, മുരാരി അല്ല. നമുക്ക് ചോദിക്കാനുള്ള ദേവസ്വം ബോർഡിനോട് സർക്കാരോട് മാത്രമേ ഉള്ളൂ. മുരാരിയോടും പോറ്റിയോടും നമുക്ക് ചോദിക്കാൻ ഒന്നുമില്ല. റജി ലൂക്കോസ്. അല്ലെന്ന് ആഷ്മി, ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് തുറന്ന പുസ്തക. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ദേവസ്വം സർക്കാരിനെ നിങ്ങൾ പിടിച്ചിടുന്നത്. ഏതെങ്കിലും ഗവൺമെന്റ് ശബരിമല ക്ഷേത്രം കൊള്ളയടിക്കാൻ പറയും. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ലാതെ വേറെ ഏതെങ്കിലും കറുത്ത കൈകളുണ്ടെങ്കിൽ അവർ പുറത്തു വരും. SIT അവരെ പിടിക്കും.
അതുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ഓക്കെ രാഹുൽ ഈശ്വർ ശരി രാഹുൽ അവർക്ക് അവസരം കൊടുക്കൂ. ഓക്കെ ശരി രാഹുൽ ഈശ്വർ ഇവിടെ സുഭാഷ് ബാബു പറയുന്നുണ്ട് തങ്കപ്രഭ അത് വിശ്വാസികളുടെ കണ്ണിന്റെ നിറവാണ്. വിശ്വാസം തൊട്ട് തീണ്ടാത്തവന്മാർക്ക് അവിടെ പോയി നിന്നാൽ അയ്യപ്പനാവട്ടെ ആരാവട്ടെ ദ്വാരപാലവട്ടെ അത് വെട്ടിത്തിന്നാനുള്ള ആർത്തി പണ്ടമായിട്ടേ കാണുമോ അവരൊക്കെ. നേരത്തെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ മീനാക്ഷിയുടെ പോസ്റ്റാണ് വൈറലായത്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മളെയൊക്കെ വളരെ ചെറിയ കുട്ടി പറയുന്നത് എത്ര അർത്ഥവത്താണ്. ഈ ദൈവത്തിന്റെ അടുത്ത് നിന്നിട്ട് ദൈവത്തിന്റെ സാധനം മോഷ്ടിക്കുന്നവനല്ലേ യഥാർത്ഥ നിരീശ്വരവാദി. ഇവൻ എന്തെങ്കിലും വിശ്വാസം കാണൂ? അതായത് അയ്യപ്പൻ ഒരു ചൈതന്യം അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അയ്യപ്പന്റെ മുമ്പിലിരിക്കുന്നത് സാധനം എടുക്കാനുള്ള ധൈര്യം ഉണ്ടാവൂ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.